പ്രൈസ് ദി ലോർഡ്. ദൂരത്തും ചാരത്തും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം ഞാൻ വായിക്കുന്നു. 121 സങ്കീർത്തനം എൻ്റെ 5-ാമത്തെ വാക്യം. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. ഭൂമിയിൽ നമുക്ക് ഒരുപാട് പരിപാലകരുണ്ടെങ്കിലും തണലായിട്ടുണ്ടെങ്കിലും സൃഷ്ടമായ ദൈവം നമുക്ക് പരിപാലകനും തണലുമായിരിക്കുന്നിടത്തോളം മറ്റാരും ഒരു തണലും പരിപാലകനുമായിരിക്കത്തില്ല. മനുഷ്യനൊക്കെ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പരിപാലകരും തണലുമായിരിക്കുന്നവരൊക്കെ മാറിപ്പോകും. എന്നാൽ നമ്മുടെ ഏതവസ്ഥയിലും നമ്മെ പരിപാലിക്കുവാനും നമുക്ക് തണലേകുവാനും കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കഷ്ടം സഹിക്കുന്ന വ്യക്തിയായിരുന്നാലും എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരത്ഭുതം ചെയ്യുവാനായിത്തീരും. ഇവിടെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമേൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിലായി ആമി വസിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ദാരിദ്ര്യങ്ങളും മഹാവ്യാധികളാൽ നിറയപ്പെട്ട് വളരെ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന കോടാനുകോടി ജനത്തിൻ്റെ രക്ഷയ്ക്കും വിടുതലിനുമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു പരിപാലനം കിട്ടാതെ, ഒരു തണൽ കിട്ടാതെ വളരെ ഭാരപ്പെടുന്ന അനവധി വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ മഹത്വമേറിയ കരം വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ വ്യാപാര മണ്ഡലങ്ങൾ കർത്താവേ ജനത്തെ തകർക്കുമ്പോൾ, അനവധി ദുഷ്ടശക്തികൾ ജനത്തോട് പോരാടുമ്പോൾ ഇന്ന് പകൽ അതിൽ നിന്നൊരു മോചനം കർത്താവേ ജനത്തിന് ലഭ്യമാകുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ലോകം മുഴുവൻ കർത്താവേ സാത്താൻ്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ വചനം വായിക്കുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനിൽ കിടക്കുന്ന നിങ്ങൾ വചനം വായിക്കുമ്പോൾ സർവ്വലോകത്തിലുമുള്ള സകല ജനത്തെയും ആമേ സാത്താനി ശക്തികൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വളരെ വീർപ്പം മുട്ടുന്ന അനവധി ആളുകളുണ്ട്. കർത്താവേ, അവർക്കൊരു വിടുതൽ ആശ്വാസം കൊടുക്കണമേ. ആമേ, ലോകം മുഴുവൻ സാത്താൻ കൈവശമാക്കി സാത്താൻ ആരാധനകൾ പെരുകി, ആമേ സാത്താനി സഭകളും സാത്താനി ഓൺലൈൻ പ്രേയറുകളൊക്കെയും പെരുകി മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളാക്കി മനുഷ്യനെ കർത്താവേ നരകത്തിലേക്ക് തള്ളിവിടുന്ന ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് കർത്താവേ ജനം വിടുവിക്കപ്പെട്ട് ആമേ പരിപാലകനായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജനം കടന്നു വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദുരാചാരങ്ങളും അന്ധകാരങ്ങളും അന്ധവിശ്വാസങ്ങളും അധാർമ്മികതയും അശുദ്ധിയും കൊണ്ട് കർത്താവെ ഭൂമി മുഴുവൻ നിറയപ്പെട്ട് സകല മനുഷ്യരും പാപത്തിൽ തള്ളിയിടുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാൻ ആമേ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം മധ്യസ്ഥം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാളുകളായി കെട്ടപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾ, പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ, പാരമ്പര്യ ശാപങ്ങൾ, മാതാപിതാക്കളാൽ മക്കൾ അനുഭവിക്കുന്ന കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആമേ പിതാക്കന്മാർ ചെയ്തു വെച്ച പാപത്തിൻ്റെ പരിണിതഫലം തലമുറകൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ, കുടുംബങ്ങളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യന് കൊടുക്കുവാൻ കഴിയാത്തൊരു പരിപാലനം ജനത്തിന് കർത്താവ് കൊടുക്കണമേ. അവിടുന്ന് അങ്ങേക്ക് കർത്താവേ സകല ജനത്തിനും തണലായി മാറുവാൻ ആമേ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല ജനത്തിനും വിടുതൽ കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുന്ന അനവധി ആളുകളുണ്ട്. കർത്താവേ, പലവിധമായ പാപബന്ധനങ്ങൾ അകപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാതെ പാപത്തിനും ശാപത്തിനും അധർമ്മത്തിനും വിധേയപ്പെട്ട് കർത്താവേ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനേക ആയിരങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരാശ്വാസവും സമാധാനം കൊടുക്കണമേ. ഒരു വിടുതലിനായി, ഒരാശ്വാസത്തിനായി മനുഷ്യൻ പല വഴികളും പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടും അതിനൊന്നും ഒരു പോംവഴി കാണാൻ കഴിയാതെ മനുഷ്യൻ ഭാരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം അതിനൊരു പരിഹാരം നൽകി കർത്താവെ ജനത്തെ വിടുവിക്കേണ്ടതിനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ ദുഷ്ടലോകത്തിൽ കർത്താവെ ജനം മുഴുവൻ പാപത്തിന് അധീനമായി ശരീരത്തിൽ വസിക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി മാറിയ
ഞങ്ങളുടെ പാപത്തിന് പരിഹാരം നിന്ന് ഞങ്ങളെ ശാപത്തിൽ നിന്ന് വിടുവിച്ച, അധാർമ്മികതയും അശുദ്ധിയിൽ നിന്ന് അന്ധകാരത്തിൽ ഇരുളി ഞങ്ങളെ വിടുവിച്ച. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ പരിപാലകനാണ്, ഞാൻ നിൻ്റെ വലത്തുഭാഗത്ത് തണലാണെന്ന് പറഞ്ഞ അരിമനാഥനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മഹാസാന്നിധ്യ സകല കുടുംബങ്ങളിലും വ്യാപരിപ്പാട്ടയാകണമേ. എത്രയോ കുടുംബങ്ങളാണ് ഛിന്നഭിന്നമായി തകർന്നിരിക്കുന്നത്. ഭാര്യ ഭർത്തൃ ജീവിത ബന്ധങ്ങൾ തകർന്ന് കുടുംബം അടിയുലയുന്ന കാറ്റുപോലെ. ഹല്ലേലൂയ. പല കുടുംബങ്ങളും തകർന്ന് ആമേൻ. അത് മുഖാന്തരം അനവധി കുഞ്ഞുങ്ങൾ അനാഥത്വം വഹിക്കുമ്പോൾ അനവധി സഹോദരിമാർ ഒറ്റപ്പെട്ടു, സഹോദരന്മാർ ഒറ്റപ്പെട്ടു, അനവധി മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു, കുടുംബത്തിനകത്ത് കണ്ണുനീര് വിതയ്ക്കുന്ന ആമേൻ ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ദുഷ്ടതയും ജനത്തിൽ പെരുകി കർത്താവേ, സകല ദുഷ്ടശക്തികളും കുടുംബത്തിനെതിരെ വെല്ലുവിളി ഉയർത്തി കുടുംബങ്ങളെ തകർക്കുവാൻ, പാപത്തിൻ്റെ അധീനതയിലേക്ക് നരകാത്തിലേക്ക് കുടുംബങ്ങളെ തള്ളിവിടുന്ന സാത്താനി ശക്തികൾ അതിൽ നിന്ന് കർത്താവേ ജനത്തിന് മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാപകലില്ലാതെ പണിയെടുക്കുന്ന ജനം ചോര വിയർപ്പാക്കി അവരധ്വാനിക്കുന്ന പണം മുഴുവൻ കർത്താവെ പിശാച് അപഹരിച്ചെടുക്കുമ്പോൾ അത് മുഖാന്തരം കുടുംബങ്ങളെല്ലാം പട്ടിണിയിലും ദുരിതത്തിലും സങ്കടത്തിലേക്കും കടന്നു പോകുന്ന അനുഭവങ്ങൾ, ആ സ്ഥിതിക്കൊരു മാറ്റം വരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. സകല മനുഷ്യരും പാപികളായി തീർന്നുകൊണ്ട് സകല മനുഷ്യരെയും പിശാച് നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കർത്താവെ ജനത്തിന് കൊടുക്കുവാൻ, പാപത്തിന് അധീനമായി ശരീരത്തിൽ ജനം വിടുവിക്കപ്പെടണോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ജഡികമായ ജീവിതങ്ങൾക്കും അധാർമ്മികതയ്ക്കും വ്യഭിചാരത്തിനും സകല ദുഷ്കാമത്തിനും കർത്താവെ ദുർനിറപ്പിനും വിധേയപ്പെട്ട് കിടക്കുന്ന ആഭിചാര മന്ത്രവാദ ദുർഭൂതാരാധന ദുർശക്തികളുടെ കയ്യിൽ പലവിധമായ സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അനവധി ജീവിതങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊക്കെ ഒരു മോചനം കർത്താവ് കൊടുക്കണ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല നാമത്തിന് മേലായ നാമമുള്ള യേശുവിൻ്റെ സാന്നിധ്യ സകല ജനങ്ങളിൽ വെളിപ്പെടുവാൻ അന്ധകാരത്തിൽ കർത്താവേ ജനം വിടിപ്പിക്കപ്പെട്ട് കർത്താവേ ജനം മടങ്ങി വന്ന് ഹല്ലേലൂയ പരിപാലിക്കുവാൻ കഴിയുന്ന തണലേകം കഴിയുന്നൊരു യേശുവുണ്ടെന്ന് ജനം തിരിച്ചറിഞ്ഞ് ഈ പാപലോകത്തും ജനം വിടിവിക്കപ്പെടാനായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദുഷ്ടതയും ജനത്തെ വിടിവിക്കണമേ, പാപത്തിൽ നിന്ന് വിടിവിക്കണമേ, സാത്താൻ്റെ അടിമത്തിൽ നിന്ന് വിടിവിക്കണമേ. സർവ്വലോകത്തിലും സാത്താനി സഭകൾ സ്ഥാപിതമായി സാത്താൻ പിശാച് സകല മനുഷ്യരെയും കർത്താവ് വശീകരിച്ച് അവനെ വിവിധ പാപത്തിനടിമയാക്കി മാറ്റി കർത്താവ് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ അതിൽ നോക്കിയൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സർവ്വഭൂമിക്ക് നാഥനായ ദൈവമേ, സകലത്തിനെ സൃഷ്ടിച്ചവനെ, സകലത്തിൻ്റെ ഉടയവനായ ദൈവമേ, സകലർക്കും ശ്വാസം കൊടുക്കുന്ന ദൈവമേ, ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടനാടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനവധി ആളുകൾ കർത്താവേ, മാതാപിതാക്കൾ മരിച്ചും കർത്താവേ നഷ്ടപ്പെട്ടും ഇട്ടിട്ട് പോയും അതുപോലെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിക്കുന്ന അനവധി ആളുകളുണ്ട്. കർത്താവേ, പലരും ഡിപ്രഷൻ രോഗത്താൽ മാനസികമായി തകർന്ന് ജീവിതം എന്ത് ചെയ്യണം അറിയാൻ കഴിയാതെ മരണത്തിൻ്റെ വക്കിലായിരിക്കുന്നവരുണ്ട്. നിരാശയിലൂടെ കടന്നുപോയി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ആത്മഹത്യയുടെ പ്രേരണയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾ, അവർക്കൊക്കെ ഒരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടക്കണി വന്ന് ബിസിനസ് തകർന്ന് ജോലി നഷ്ടപ്പെട്ട് കർത്താവെ വിവിധ ബന്ധങ്ങൾ കപ്പെട്ട് കർത്താവെ വിവിധമായ ജില്ലയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനവധി കുടുംബങ്ങളുണ്ടല്ലോ കർത്താവെ, അവർക്കൊക്കെ ഒരു വിടുതൽ കൊടുക്കണമേ. ആരും നിരാശയുടെ നടുവിൽ കർത്താവെ ഹല്ലേലൂയ മാനസികമായി തകരാൻ ഇടയാകാതെ അവർക്കൊക്കെ എന്തെയും ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. മാർത്തയുടെയും മറിയുടെയും കണ്ണുനീര് കണ്ട് മരിച്ചുപോയ ലാസറിനെ ജീവനോടെ അവർക്ക് തിരികെ കൊടുത്ത നല്ല ദൈവമേ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരന്മാർ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെ നടുവിലെ കർത്താവേ, അങ്ങ് പരിപാലകനായി അങ്ങ് തണലായി ജനത്തോട് കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രാപകലില്ലാതെ കർത്താവേ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളുടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം കർത്താവെ ജനത്തിൽ വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടലോകത്തിൽ കർത്താവെ ജനം നാശകരമായ കുഴിയിലേക്ക് കടന്നുപോയി പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് സകല മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് പകൽ അതിൽ നിന്നൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു.
അവയെ സകല ജനവും നരകാഗ്നിയിലേക്ക് പോകുമ്പോൾ ആ നരകക്കടലിൽ നിന്ന് കർത്താവെ ജനം വിടിവിക്കപ്പെടുവാൻ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ പർദീസ, നിത്യമായ രാജ്യ സ്വർഗീയ പർദീസിലേക്ക് സകല ജനങ്ങൾ എത്തിച്ചേരുവാൻ സകല ജനത്തിൻ്റെ മാനസാന്തരത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ ഭൂമിയിലുള്ള സകല മനുഷ്യരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ഹല്ലേലൂയ എല്ലാ മേഖലയിലായി ജനത്തിന് ഒരു മാനസാന്തരത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃത്തനും അശന്ന യാചകരും ഓർഫണേജിലും ഓൾട്ടേജ് ഹോമിലും യുവൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ വഴികൾ വിട്ട് മനുഷ്യൻ മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മകണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ തമ്മിലടിച്ചും കലഹിച്ചും കലാപമുണ്ടാക്കിയും കർത്താവെ ശത്രുത്വം ഉണ്ടാക്കി കുടുംബത്തിനകത്ത് ഛിന്ന ഭിന്നമായ അനുഭവങ്ങൾ സഹോദര സ്നേഹം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ബന്ധുമിത്രാദികളുമായി കർത്താവെ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങൾ ജീവിതത്തെ കർത്താവെ ഹല്ലേലൂയ ക്രിസ്തു മുഖാന്തരം ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഭവനത്തിൽ നാട്ടിയിറക്കപ്പെട്ടവർ അങ്ങനെ വിവിധ നിലകളിൽ കഷ്ടസഹിക്കുക ഏകാന്തത അനുഭവിക്കുന്ന കോടാനുകോടി ജനത്തിൻ്റെ വിടുതലിനാടിയും പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. അതിൻ്റെ നടുവിലൊക്കെയും കർത്താവെ ജനത്തിന് സമാധാനം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. കണ്ണുനീരിൻ്റെ നടുവിൽ കർത്താവെ ഇറങ്ങി വരുന്ന ദൈവം ഹല്ലേലൂയ അവിടുന്ന് അത്ഭുതം ചെയ്യേണ്ടനായി പ്രാർത്ഥിക്കുന്നു. കൂരിരുളിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നാലും മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവിടുന്ന് പരിപാലകനായി തണലായി കൂടിയിരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ പിതാക്കന്മാരെ നടത്തിയ ദൈവമേ, ആദിമ ഭക്തന്മാരെ നടത്തിയ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിനകത്തൊരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലും വിവർത്തരും അശരണ യാചകരും ഓർഫണേജിലും ഓൾട്ടേജ് ഹോമിലും യുവൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്കൊക്കെ ഒരു മോചനവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലിനെയും കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വ ലോകത്തിലും കർത്താവെ സ്വസ്ഥത കൊടുക്കണമേ. തലമുറകളെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ ചിന്തകൾ, തലമുറകളെ നശിപ്പിക്കുന്ന സാത്താന്യ പദ്ധതികൾ, തലമുറകളെ നശിപ്പിക്കുന്ന മാഫിയ സംഘങ്ങളെ കർത്താവെ മദ്യ മയക്ക് വരുന്ന മാഫിയ സംഘങ്ങളെ, ലഹരി മാഫികളെ ഒക്കെ ദൈവം സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ മുഴുവൻ കർത്താവെ മൊബൈലിന് അഡിക്റ്റാക്കി മാറ്റി മൊബൈലിൽ കർത്താവെ വ്യാജമായ കർത്താവെ സെക്സ് ചിത്രങ്ങൾ, മോശമായ ചിത്രങ്ങളും അതുപോലെ തന്നെ കർത്താവ് വിവിധ ഗെയിമുകളും തലമുറകളെ നശിപ്പിച്ച് ദൈവത്തിന് അകറ്റി സാത്താൻ അവൻ്റെ വശീകരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ തലമുറകൾ അടിമത്തത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ട് കർത്താവ് സ്നേഹം എന്തെന്നറിയാൻ കഴിയാതെ ഓർഫണേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് അവർക്ക് സമാധാനം കൊടുക്കണമേ. വഴിയോരങ്ങൾ അഭയം പ്രാപിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ അവസരങ്ങളാൽ ഭാരം അനുഭവിക്കുന്നവരും വൃത്തമന്ദിരത്തിലായിരിക്കുന്നവരൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവർക്കെല്ലാം ദൈവം സമാധാനം സന്തോഷം സ്വസ്ഥതയും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടത്തിയ ദൈവമേ സകല ജനത്തിനും വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യേണ്ടനാടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ സകല ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടണമേ പ്രാർത്ഥിക്കും. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയിട്ട് കഷ്ട സഹിക്കുന്ന അനവധി ആളുകളുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, പുതിയ ജോലിക്കായി ആഗ്രഹിക്കുന്നവർ, വിസയുടെ കാലാവധി കഴിഞ്ഞവർ പുതുക്കി കിട്ടണമായി പാസ്പോർട്ട് പുതുക്കി കിട്ടുവാൻ നാട്ടിലായിരിക്കും സഹോദരങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വിസ കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിദേശത്തു നിന്ന് കർത്താവെ കടന്നു വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനവധി ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരു സമാധാന സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയി വിവിധ ക്രിമിനൽ കേസ് അകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ അവർക്കൊരു മോചനത്തിനായി പ്രാർത്ഥിക്കും. വിദേശ രാജ്യ ജോലിക്കായി കടന്നുപോയിരിക്കുന്ന അനവധി സഹോദരിമാർ, വിവിധമായ പീഡകളിലൂടെ കടന്നു പോകുന്ന അനവധി സഹോദരിമാരുണ്ട്. കർത്താവേ അവർക്കൊരു വിടുതൽ മോചനം കൊടുക്കണമേ. അങ്ങനെ വിവിധ നിലകളിൽ കെട്ടപ്പെട്ട് കർത്താവേ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ഇവിടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഒരു ആശ്വാസവും മറുപടിയും ദൈവം കൊടുത്ത് അവർക്ക് സമാധാനത്തിന് അനുഭവം കൊടുക്കണം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ മനുഷ്യൻ അനുഭവിക്കുന്ന സകല ഹല്ലേലൂയ കർത്താവെ കണ്ണുനീരിൻ്റെ നടുവിലും അങ്ങയുടെ വലിയ സാന്നിധ്യം അയക്കുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ സകല ജനത്തെ നടത്തിയ ദൈവമേ തുടർന്നും സകല ജനത്തെ നടത്തേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദുഃഖത്തിൻ്റെ കരുതലിൽ പല ജീവിതത്തിൽ വിരലിൻ്റെ അനുഭവങ്ങൾ, കർത്താവെ വിട്ടുമാറാത്ത മാറാ രോഗങ്ങൾ, ക്യാൻസറാൽ ഭാരപ്പെട്ട് കർത്താവെ കഷ്ട സഹിക്കുന്ന അനവധി ആളുകൾ, ക്യാൻസർ കർത്താവെ ഫോർസയിൽ എത്തി മരണത്തെ മുഖാമുഖം കാണുന്ന അനവധി സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ക്ഷയരോഗത്താൽ ഭാരപ്പെടും, കുഷ്ഠരോഗത്താൽ
വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ അവർക്കെല്ലാം ദൈവം ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെട്ട് കുടുംബത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ജന്മനാ പിറവിയാൽ തന്നെ വൈകല്യങ്ങളുള്ളവർ, മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. നാളുകളായി കിടക്കയിലായിരിക്കുന്നവർ, ആശ്ചര്യപ്പെട്ട് കിടക്കുന്നവർ, സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ ഐസിയുവിൽ കിടക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. അവരേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു വിടുതലെന്ന് പകൽ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സർജറിക്ക് വിധേയപ്പെട്ടവരുണ്ട് കർത്താവേ. ലക്ഷക്കണക്കിന് രൂപയുടെ കർത്താവ് ആവശ്യങ്ങൾ സർജറിക്ക് വേണ്ടിയവരുണ്ട്. അതിനെല്ലാം ദൈവം ഒരു മറുപടി കൊടുത്ത് ആശ്വാസം കൊടുത്ത് കർത്താവേ സകല കഷ്ടതയ്ക്കും ഒരു പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി കുടുംബജീവിതം തകർന്ന് കർത്താവെ ഡിവോഴ്സിനായി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന അനവധി സഹോദരന്മാരുണ്ട്. കർത്താവെ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് ദൈവിക കൽപ്പനയും പ്രമാണങ്ങളൊക്കെ ഉണ്ടായിട്ടും കർത്താവെ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതം തകർന്ന് കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത്, അതുപോലെ ഇന്ത്യയിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളെ കുടുംബ കോടതിയിൽ കർത്താവ് ഡിവോഴ്സിലേക്ക് കിടക്കുന്ന കേസുകളുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ കർത്താവിന് മോചനം കൊടുത്ത് അവരുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിനൊരു പരിഹാരമുണ്ടായ അവർ ജീവിതത്തിൽ കർത്താവെ പിരിഞ്ഞു പോകാതെ ജീവിതത്തിൽ ചേർന്ന് സന്തോഷമായി ജീവിപ്പാൻ, ഹല്ലേലൂയ, അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറയില്ലാത്തതിന് പേരിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അത് മുഖാന്തരം വേർപെട്ട ജീവിതങ്ങൾ, അങ്ങനെ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളെ ഞങ്ങൾ കാണുമ്പോൾ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അനവധി സഹോദരന്മാർ വിവാഹം നടക്കാതെ കഷ്ടം സഹിക്കുമ്പോൾ കർത്താവേ, അവർക്കെല്ലാം ദൈവ ജീവിതത്തിൽ തക്കതായി തുണ കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ ഏകാന്തത മാറുവാൻ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയിട്ട് കർത്താവ്, ഹല്ലേലൂയ, നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഭാരം അനുഭവിക്കുന്ന അവരെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും സങ്കടങ്ങളും അറിയുന്ന ദൈവമേ, അവർക്ക് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ. അവർ കണ്ണുനീരിനെ മാനിക്കണമേ. അവർക്കൊരു വിടുതൽ ആവശ്യമാണ് കർത്താവേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഒരു സ്വസ്ഥത പകരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അനവധി കുടുംബങ്ങൾ കർത്താവെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, വിവിധമായ വിഷയങ്ങളെ ഭാരപ്പെടുന്ന, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും വഴിയോര കച്ചവടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലരും ബിസിനസ്സിൽ തകർന്ന് കടക്കണി കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് കഴിയുന്നവർ, ആ മേഖലയിലുള്ളവരെയും വിടുവിക്കണമേ. തകർന്ന മേഖലയിൽ തകർന്ന ബിസിനസ്സുകളൊക്കെ വിടുവിക്കണമേ. കമ്പനികളും ഫാക്ടറികളും ഒക്കെ ചെയ്യുന്നവർ കർത്താവ് ഇതിൽ വന്നു പോയ പരാജയങ്ങൾ, വിശ്വാസ വഞ്ചനകൾ, അങ്ങനെ കർത്താവ് കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളുണ്ട്. അതിനൊക്കെ ഒരു മോചനം കൊടുക്കുന്ന യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. കാർഷിക മേഖലയിൽ കർത്താവ് പണിയെടുത്ത് അധ്വാനിച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട് കർത്താവ്, അവർക്കൊരു ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ. ക്ഷീരമേഖലയിലായിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊതുമേഖലയും സഹകരണ മേഖലയും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ രാജകത്വങ്ങളും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ രംഗത്ത് ഡോക്ടർമാർ, നഴ്സുമാരടക്കം, ഹല്ലേലൂയ, ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളുണ്ട് കർത്താവേ, അതിനൊരു മോചനം കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാപകലില്ലാതെ രോഗികളെ ശുശ്രൂഷിക്കുന്ന അനവധി നഴ്സുമാർ, അവർക്ക് വേണ്ട സാലറി കിട്ടാതെ, അവർക്ക് വേണ്ട ശമ്പളം കിട്ടാതെ, അർഹതപ്പെട്ട കൂലി കിട്ടാതെ ഭാരപ്പെടുന്നവർ, അവരെ സമരം ചെയ്തിട്ടും അവരെ പരിഗണിക്കാതെ സർക്കാർ കണ്ണടയ്ക്കുമ്പോൾ ഞങ്ങളുടെ നഴ്സുമാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ കർത്താവേ, ഏത് രോഗി കടന്നു ചെന്നാലും യാതൊരു അറപ്പും മടുപ്പും കൂടാതെ ശുശ്രൂഷിച്ചിട്ടും അവരെ തടയുന്ന ഗവൺമെൻറ്റുകൾ ആ സ്ഥിതിക്കൽ ഒരു മാറ്റം വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാ മേഖലയിലും കർത്താവ് ഒരു ശുദ്ധീകരണം ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 2 വീലിലും 3 വീലിലും 4 വീലൊക്കെ ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, ഹല്ലേലൂയ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവരും, എല്ലാ ട്രെയിൻ സർവീസുകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നു പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നദി എല്ലാ കടലോര വാസികളെയും എല്ലാ പുഴയോര വാസികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്മേൽ ദൈവത്തിന് നീതി വെളിപ്പെടുത്തണം. സകല ജനങ്ങളും കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആശയറ്റവർക്ക് ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം അവർക്ക് അനുകൂലമായി പ്രവർത്തിപ്പാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വന്തമായൊരു വീടില്ലാതെ ഭാരപ്പെടുന്നവർ, നാളുകളായി വർഷങ്ങളായി വാടക ഭവനത്തിൽ കഴിയുന്നവർ, വാടക കൊടുക്കാൻ മാർഗമില്ലാത്ത അനവധി ആളുകൾ, അവർ കർത്താവ് പലരും കരുണ തോന്നണമേ. സ്വന്തമായൊരു സ്ഥലവും ഭവനത്തിനുമായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അനവധി ആളുകളുടെ സങ്കടങ്ങൾക്ക് അങ്ങൊരു പരിപാലകനായ ആശ്വാസനെ തണലേകാൻ പ്രാർത്ഥിക്കുകയാണല്ലേ. കർത്താവ് ഉണ്ടായിരുന്ന വീടുകൾക്ക് ലോണെടുത്ത് തിരിച്ചടയ്ക്കാൻ
കഴിയാതെ ജപ്തി നടപടി നേരിടുന്നവർ, ജപ്തി ചെയ്ത് കിടക്കുന്ന കുടുംബങ്ങൾ, അത് മുഖാന്തരം വഴിയാധാരമായി പോയിരിക്കുന്ന അനവധി ആളുകൾ, അവരെയൊക്കെ ഞങ്ങൾ ഇന്ന് പകൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ആ മേഖലയിലെല്ലാം ഒരു വിടുതലും ആശ്വാസവും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് 14 ജില്ലകളും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളായി 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികളെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ത്യ രാജ്യത്തിനായി 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്ര പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾക്കകത്ത് 145 കോടിയിലധികം ജനം പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് കർത്താവ് ശാപത്തിൽ കിടക്കുമ്പോൾ ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കകത്ത് 800 കോടിയിലധികം ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ സകല ജനങ്ങളും പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് കർത്താവ് സമാധാനം നഷ്ടപ്പെട്ട് നിത്യനാവിധിക്കാൻ നിത്യനകത്തിനായി അവൻ ജനം കഴിഞ്ഞു പോകുമ്പോൾ അതിൽ നിന്നൊക്കെയും ജനത്തിന് മോചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 7093 ഭാഷകൾ സംസാരിക്കുന്ന ഈ ലോക രാജ്യങ്ങൾക്കകത്ത് കർത്താവ് സകല ഭാഷകളിലും സുവിശേഷം എത്തുവാൻ മനുഷ്യൻ്റെ കടന്നിടുവാൻ കഴിയാത്ത സ്ഥലങ്ങൾ, അധികാരികൾക്ക് പോലും കടന്നിടുവാൻ കഴിയാത്ത ദ്വീപുകൾ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലകൾ, വനാന്തരങ്ങൾ ഉള്ളവരുണ്ട്. അവിടെയൊക്കെ കർത്താവ് സത്യത്തിൻ്റെ വചനമെത്തുവാൻ സകല ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ കഠിനമായ ക്രൂരത മാറ്റിവെച്ച് കർത്താവ് മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇന്നും നരഭോജികൾ ഇവിടെ കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്, ലോകരാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനവധി ആളുകൾ ദുർമന്ത്രവാദ സഭയിൽ അകപ്പെട്ട് കർത്താവ് ജീവിതം തകരുമ്പോൾ ഒരു മോചനം കൊടുക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജ്യങ്ങൾ ഭരിക്കുന്നവർ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ക്രമസമാധാനം നഷ്ടപ്പെടുത്ത അനുഭവങ്ങൾ, ക്രമസമാധാന പാലകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിപീഠത്തിനായി പ്രാർത്ഥിക്കുന്നു. ജുഡീഷ്യറി മേഖലയായിരിക്കുന്ന എല്ലാവരെയും, ക്രമസമാധാന പാലകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇവിടെ പോലീസിൻ്റെ എല്ലാ ശിക്ഷകളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രഹസ്യാന്വേഷണങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാ മേഖലയും ഒരു ശുദ്ധീകരണം കർത്താവ് കൊടുക്കണമേ. എല്ലാ മേഖലയും ശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ എല്ലാ നിലയിലും പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് കർത്താവ് സ്വയം നശിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാരകമായ രീതിയിൽ കർത്താവ് ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ കർത്താവ് അണ്വായുധങ്ങളും യുദ്ധങ്ങളും വാങ്ങിക്കൂട്ടി കർത്താവ് രാജ്യത്തെ നശിപ്പിക്കുമ്പോൾ അക്രമം അഴിച്ചുവിടുമ്പോൾ അതിൻ്റെ നടുവിൽ യുദ്ധക്കൊതിയന്മാരായിരിക്കുന്ന യുദ്ധവീരന്മാരായിരിക്കുന്ന ലോകരാജ്യ രാഷ്ട്ര തലവന്മാരെ, ഏകാധിപതികളെ ദൈവമേ അവിടെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മാനസാന്തരം കൊടുക്കണമേ. അനേകരുടെ രക്തം ചൊരിക്കുന്ന രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ സ്വാധീനങ്ങൾ, എല്ലാ മത നേതാക്കന്മാരെയും, മത സാമൂഹിക സംസ്കാര ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കമുള്ള എല്ലാവരെയും ദൈവം സന്ദർശിക്കണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും ഞങ്ങളുടെ കേരളത്തിലും ലോകരാജ്യത്ത് നടക്കുന്ന രക്തചൊരിച്ചികൾ, രക്തദാഹികൾ അവരെ ദൈവം സന്ദർശിക്കണമേ. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളെയും നിരീശ്വരവാദികൾ, യുക്തിവാദികളെ ദൈവമില്ലെന്ന് പറയുന്ന സകല മൂഢന്മാരും അധാർമ്മികത വരുത്തി വെക്കുമ്പോൾ, അക്രമം വരുത്തി വെക്കുമ്പോൾ അത് മുഖാന്തരം ലോകരാജ്യങ്ങൾ നശിക്കുന്ന ഈ കാലഘട്ടത്തിൽ സകല മനുഷ്യനും ജീവിതത്തിൽ വിവിധ തലങ്ങൾ ഒറ്റപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് ഒരു ആശ്വാസം, സമാധാനം കൊടുക്കണമേ. ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ സമാധാനത്തിന് അന്തരീക്ഷം ഉണ്ടാകുവാൻ പാപത്തിൻ്റെ വശീകരണ ജനം മടങ്ങി വരാനായി പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗം നിനക്ക് തണൽ എന്ന് ഞങ്ങൾ തിരുവെഴുത്ത് വായിക്കുന്നല്ലോ. കർത്താവ് സകല ജനങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരട്ടെ. സകല ജനങ്ങളും എല്ലാ അധാർമ്മികതയും വിട്ട് മടങ്ങി വരട്ടെ. സത്യമെന്തെന്ന് തിരിച്ചറിയുവാൻ, സത്യം ഏതാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ജനഹൃദയങ്ങളിൽ പാപബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. പാപത്തിൽ അകപ്പെട്ട് കിടക്കുന്ന സകല മാനരാശി ഇന്ന് പകൽക്കാലം വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മത നേതാക്കന്മാരും മാനസാന്തരപ്പെടണം, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മാനസാന്തരപ്പെടണം. എല്ലാ മേഖലയും ശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി, ഭാരതത്തിനായി, ലോകരാജ്യങ്ങളിൽ നടക്കുന്ന എല്ലാ അസന്മാർഗീയമായ ഇതും വിട്ട് ജനം മടങ്ങി വരുവാൻ, അന്ധവിശ്വാസം വിട്ട് മടങ്ങി വരുവാൻ, മാനസാന്തര ജനത്തിൻ്റെ ഹൃദയങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യം 100 കോടി ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉരുവാകോളം ജനത്തിന് വേണ്ടി മദ്രസ ചെയ്യുമ്പോൾ സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് അന്തികാല അഭിഷേകം, ഒരു അന്തികാല ശുശ്രൂഷ, ഒരു അന്തികാല ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ കോടാനുകോടി ജനങ്ങളുടെ പേരും കൂടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേരുവാൻ, കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ അനേകർ കർത്താവിനോട് എടുക്കപ്പെടുവാൻ, പ്രത്യാശയുടെ തീരമായിരിക്കുന്ന സ്വർഗീയ തുറമുഖത്ത് പർദീസിൽ എത്തിച്ചേരുവാൻ സകല ജനത്തെ ഇന്ന് പകലടിന് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.